കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നല്ലോ ഈ ഒരു പ്രണവും പ്രവീണും ഇവരുടെ ആ ഫാമിലി ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായതാണ്. ഈ നമ്മൾ പ്രേക്ഷകർക്ക് ഇവരെ കുറിച്ചും അതുപോലെ ഇവരെ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം ഒരു ഹാപ്പി ഫാമിലി ബ്ലോഗേഴ്സ് എന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബ്ലോഗേഴ്സ് തന്നെയായിരുന്നു, ഫാമിലി ബ്ലോഗ് തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു ചാനൽ. പക്ഷെ പെട്ടെന്നാണ് ഇവരുടെ ഈ സന്തോഷങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ സംഭവിച്ചതും എന്താ പറയാ, ആ ഒരു ഫാമിലി ഇഷ്യൂ ഇങ്ങനെ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇവർക്ക് കാണിക്കേണ്ട ഒരു സാഹചര്യം വന്നതും മൃദുലയും അതുപോലെ തന്നെ പ്രവീണിനും അനുഭവിച്ച ഡൊമസ്റ്റിക് വയലൻസിനുമുള്ള ആ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. ഒരുപാട് പേര് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതുമാണ്. എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്ത ആ 2 വീഡിയോസ്, അതായത് പ്രവീൺ പ്രണവ് ചെയ്ത എക്സ്പ്ലനേഷൻ അൺമാസ്കിംഗ് വീഡിയോ, അതുപോലെ തന്നെ ദിസ് ഈസ് റിയാലിറ്റി എന്ന് പറഞ്ഞു കാണിച്ച് കൊച്ചു പ്രണവിട്ട വീഡിയോ, ഈ 2 വീഡിയോകളും ഒരു 60 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ ഒരു വീഡിയോസ് കണ്ടതും. ശരിക്കും പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഒരിടത്ത് നമ്മൾ ഒരു ന്യായം കണ്ടെത്തുമ്പോൾ മറുഭാഗത്ത് അയാൾ ചെയ്യുന്ന തെറ്റാണെന്ന് കരുതി അവിടെ പോയി കമന്റ് ബോക്സിൽ ചെന്ന് തെറിവിളിയും മറ്റു വിമർശനങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊരു സൊസൈറ്റിയുടെ ഒരു സ്വഭാവം തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് നമ്മൾ ന്യായം കാണുമ്പോൾ മറ്റൊരിടത്ത് എന്തായാലും അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം പ്രവീൺ ഇട്ട വീഡിയോക്ക് എന്താ പറയണേ, അവിടെ ഒരു ജസ്റ്റിഫൈ അവർ ചെയ്യുന്ന ന്യായമാണെന്ന് കരുതിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പകരം അപ്പുറത്ത് പോയി കൊച്ചു പ്രണവിന്റെ ചാനലിൽ പോയി അവിടെ തെറിവിളി അഭിഷേകം നടത്തി. അതിനുശേഷമാണ് കൊച്ചു ദിസ് ഇസ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ കണ്ടപ്പോൾ അയ്യോ പ്രവീണും മൃദുലയുമാണ് തെറ്റുകാരെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മലയാളികൾ ചെന്ന് പ്രവീണിന്റെയും മൃദുലയുടെയും വീഡിയോക്ക് താഴെ പോയിരുന്ന് അവിടെ വിമർശനങ്ങളും തെറിവിളികളും നടത്താൻ തുടങ്ങി. അടുത്ത ദിവസം തന്നെ പ്രവീണും മൃദുലയും കൂടെ യഥാർത്ഥ ഒരു വീഡിയോ പ്രൂഫ് സഹിതമുള്ള ഒരു അൺമാസ്കിംഗ് വീഡിയോ എടുത്തിട്ടതും പിന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളൊന്ന് ഞെട്ടിയത് തന്നെയാണ്. ഇത്രയേറെ കുടുംബ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ആ വീഡിയോസ് തന്നെയായത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്ന ഒരു പ്രൂഫ് സഹിതമാണ് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ നേരെ കൊച്ചു പ്രണവിന്റെ ചാനലിൽ പോയി അവന്റെ വീഡിയോക്ക് പോയിരുന്നത് തെറി അഭിഷേകം നടത്താൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതോടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളികൾ അപ് ടു ഡേറ്റ് തന്നെ ആയിരുന്നല്ലോ. എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ആയി എന്ന് തന്നെ വിചാരിക്കാം. ഇപ്പോൾ മൃദുലയും പ്രവീണും പുതിയ വീട് വാങ്ങിച്ചതും പിന്നെ കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് അവർ നല്ല രീതിയിൽ അവരുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി തോറ്റു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചു പ്രണവിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ എന്താണ് ശരിക്കും ഇട്ടത് എന്നറിയാൻ എനിക്കും ഒരു ക്യൂരിയോസിറ്റി തന്നെയായിരുന്നു. അപ്പൊ മേ ബി ആ ഒരു ക്യൂരിയോസിറ്റി പലർക്കും ഉണ്ടായി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 1.7 മില്യൺ വ്യൂസ് അതിന് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പം ശരിക്കും ശരിക്കും പറഞ്ഞാൽ അതിലെ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴാണ് പലരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലരും ഏത് രീതിയിലൊക്കെയാണ് അവരെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ള കാര്യം ആ ഒരു കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം. എ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞായിരുന്നു കൊച്ചു പ്രണവ് ആ ഒരു വീഡിയോ, പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തതും. 59,000 പേർ ലൈക്കും അതുപോലെ 8,000 ഒരു 9,000-ത്തിനടുത്ത് കമന്റ് സെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോക്ക്. അതുപോലെ തന്നെ 1.7 മില്യൺ വ്യൂസ് ആണ് ഇപ്പം നോക്കുമ്പോൾ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ആ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ ശരിക്കും പരിതാപകരം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ എന്താണ്, അതായത് ഈ ഒരു വീഡിയോ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെയാണ് പലരും ആ ഒരു വീഡിയോയിൽ പോയി എത്തി നോക്കിയത് എന്ന് തന്നെ കരുതാൻ. പിന്നെ മേ ബി ചിലപ്പോൾ ഇനിയുള്ള വീഡിയോസ് എങ്ങനെയായിരിക്കും, ഇനി എങ്ങനെയാണ് ഇവരുടെ സബ്സ്ക്രൈബർ ഇതിനെ കാണുന്നത് എന്നൊന്നും അറിയില്ല. ഇതിന്റെ കമന്റ് സെക്ഷനിൽ നോക്കിയപ്പോൾ തന്നെ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ വ്ലോഗ് കണ്ട് അഭിനയിക്കുന്നു എന്ന് തോന്നിയവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ആ വ്ലോഗ് കണ്ടിട്ട് അഭിനയിക്കുക, കാരണം ഇവരുടെയൊക്കെ ഒരു അഭിനയമായിരുന്നു എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിങ്കിങ് എല്ലാവരുടെ മനസ്സിലുണ്ടാകും. പിന്നെ അമ്മയെ കാണുമ്പോൾ മൊത്തം ആക്ടിങ് പോലെയെന്നും വീഡിയോ കാണാൻ താല്പര്യമില്ല കമന്റ് നോക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്പൊ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആക്ടിങ് അറ്റ് പീക്ക് ലെവൽ. സംഭവം ഏട്ടൻ പോയതോടെ പൈസ ഒന്നുമില്ലാതായി, വ്ലോഗ് ഇട്ടേ പറ്റൂ. ഇവനല്ലേ പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ യൂട്യൂബ് പൈസ ആവശ്യമില്ല, എൻ്റെ അച്ഛൻ പണിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ, എന്നിട്ടും വീഡിയോ ഇട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കമന്റ്സ് ഒക്കെ റേറേ ഉള്ളൂ. കൂടുതലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കമന്റിലൂടെ പറയുന്നതിന്.
വീഡിയോ സ്കിപ്പ് അടിച്ച് കണ്ടവരുണ്ടോ? കണ്ടന്റ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല, ഫുൾ മൗനം. അത് ശരി തന്നെ. നമ്മൾ ഇവരെ ഒത്തൊരുമയോടുകൂടി ആ ഫാമിലി വ്ളോഗേഴ്സിനെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ എന്ത് ഹാപ്പിനെസ് ആയിരുന്നു അല്ലേ. ശരിക്കും ഒരു റിയൽ ലൈഫ് പോലെ തന്നെ തോന്നിയിരുന്ന അവരുടെ വ്ളോഗുകൾ അത് വെറും ഒരു ആക്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ശരിക്കും അതൊരു നിരാശ തന്നെയാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് തന്നെയാണ് ഇവർ പറയുന്നത്. കണ്ടന്റും ഇല്ല, ഹാപ്പിനെസ്സും ഇല്ല, ഫുൾ മൗനം എന്നാണ് പറയുന്നത്. വീടുറങ്ങിയ അവസ്ഥ കാണുമ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തോ ഒരു മൗനം ഫീൽ ചെയ്യുന്നു, അഭിനയം ഫീൽ ചെയ്യുന്നു, കണ്ടന്റ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല, കുറേ പേര് പറയുന്നു. പക്ഷേ 1 മില്യൺ വ്യൂസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പം ഒന്ന് ക്ലിക്ക് ചെയ്തതായിരിക്കാം. ഈ വീഡിയോയിലാണ് ഇവർ അഭിനയിക്കുന്നത് എനിക്ക് ആദ്യമായി തോന്നിയത്. സന്തോഷമാണെന്ന് തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വയം ആശ്വസിപ്പിക്കാൻ ഒരു വഴി. ഇപ്പോൾ യൂട്യൂബ് എടുത്താൽ ഇവരുടെ പഴയ വീഡിയോ ആണ് കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്നത്. അത് ഓൾറെഡി അങ്ങനെയാണ്. കാരണം ഇവരുടെ ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേര് ഇവരുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പഴയ വീഡിയോസൊക്കെ ഭയങ്കര റെക്കമെൻഡേഷനിൽ വരാറുണ്ട് കേട്ടോ. ഈ പ്രശ്നങ്ങൾക്ക് ശേഷം കാണുമ്പോഴും അതൊക്കെ നാച്ചുറലായി മാത്രമേ തോന്നുന്നുള്ളൂ. എനിവേസ് 2 സൈഡ് മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ് ദം ലിവ് ദർ ലൈഫ്. എരുതിയിൽ ഒഴിക്കുന്ന എണ്ണ ഇനി അവരുടെ കുടുംബത്തിൽ ആളിക്കത്താതെ ഇരിക്കട്ടെ. സ്റ്റേ പോസിറ്റീവ് ഓൾവേസ്, ടേക്ക് പോസിറ്റീവ്സ് ഓഫ് അതേഴ്സ് ആൻഡ് ഇഗ്നോർ നെഗറ്റിവിറ്റി. അതും ശരിയാണ്. അപ്പോൾ രണ്ടുപേരും എന്തായാലും ഇപ്പോൾ പ്രവീണും മൃദുലയും സെപ്പറേറ്റ് ആയി അവർ പുതിയ വീടൊക്കെ എടുത്തു. അവരുടെ വ്ളോഗും കാര്യങ്ങളായിട്ട് അവരുടെ വീഡിയോയിൽ അവർ ഇപ്പോൾ സജീവമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി കൊച്ചു പ്രണവ് അവരുടെ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ലെറ്റ് ദം നോക്കാം എങ്ങനെ ജനങ്ങൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളത്. അതൊക്കെ നമ്മുടെ ജനങ്ങളിലേക്കാണ് വിട്ടിരിക്കുന്നത്. ഇപ്പൊ അവരുടെ കണ്ടന്റൊക്കെ നല്ലതാണെങ്കിൽ അത് ജനങ്ങൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പ്രവീണിന്റെ വീഡിയോയിൽ അവർക്കുള്ള ഹാപ്പിനെസ് ഇവർക്കില്ല. ഇവർക്കുള്ളിൽ നല്ല വിഷമമുണ്ട്. ഇപ്പോഴാണ് അഭിനയമായി തോന്നുന്നത്. ഇവർ ഒരുമിച്ചുള്ള വീഡിയോ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി സ്നേഹം അഭിനയിക്കാൻ പറ്റില്ല, ഒരു പരിധിയിൽ കൂടുതൽ. എനിക്ക് ഇവരുടെ 2 പേരുടെ വീഡിയോസ് ഇഷ്ടമാണ്. ഇനി അവർക്ക് ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവരുടെ ജീവിതമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു പാത്രത്തിൽ കഴിച്ചും ഒരു കട്ടിലിൽ കിടന്നു വളർന്നു വന്നവർ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് നമ്മളെ മാറ്റി നിർത്തുന്നതും അവർക്ക് നമ്മൾ ആരുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ടൈമിൽ ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ കൊച്ചുവിനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു, സാരമില്ല, ഈ സമയം കടന്നു പോകും. അപ്പോൾ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട് കേട്ടോ. ആ അമ്മയുടെ മുഖത്തിൽ ഇപ്പോൾ അഭിനയം കാണാം. അവർക്ക് സന്തോഷമാണെന്ന് അഭിനയം. എല്ലാം ശരിയാകും. നിങ്ങൾ മാത്രം തെറ്റുകാരാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ദേഷ്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞില്ല എന്നതാണ് സത്യം. ഇതും കടന്നു പോകാം. ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ആ ഒരു തെറ്റ് ചിലപ്പോൾ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്നും പല വാക്കുകളും പുറത്തു വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ തിരിച്ചടിയാവും. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാലും സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് അവരുടെ പാടായി. ഇനി നമ്മൾ അതിൽ പോയി എത്തി നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി അവരിടുന്ന വീഡിയോസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ദിസ് കണ്ടന്റ് ഈസ് ഫുൾ ഓഫ് അഭിനയം. വീഡിയോ ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹിം. പ്രവീൺ ഇല്ലാതെ വീഡിയോ ഇൻകംപ്ലീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പഴയ ബോണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക. അനിയൻ കുടിയനാണെന്നും അച്ഛൻ ശംഭു വെക്കുമെന്നും നാട്ടുകാരെ അറിയിച്ച നല്ല വ്യക്തിത്വത്തിന് ഉടമയായ നല്ലവരായ ഉണ്ണികൾ പ്രവീൺ ആൻഡ് മൃദുല. ഇപ്പൊ പ്രവീണിനും മൃദുലയ്ക്കും ഇവിടെ ചെറിയ രീതിയിൽ ഒരു കുത്തൽ കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പേരുടെ വീഡിയോസ് കാണും. 2 ഭാഗത്ത് തെറ്റുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടോ? എല്ലാം തികഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? ഇതിലും പ്രശ്നങ്ങളുള്ളവർ പിന്നീട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പഴയ സന്തോഷം ഒന്നും ആരുടെയും മുഖത്ത് കാണുന്നില്ല. സങ്കടമുള്ളിൽ വെച്ച് പുറമേ ചിരിക്കുകയാണ്. എല്ലാവരും മുൻപ് എന്ത് രസമായിരുന്നു, സാരമില്ല, എല്ലാം ശരിയാകും. അപ്പം ഒരുപാട് പേര് ഇവിടെ പ്രവീണിനെ മിസ് ചെയ്യുന്നു. അതുപോലെ പ്രണവിന്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ പ്രവീൺ ഇല്ലാതെ അത് കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിലല്ലല്ലോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പുറത്ത് പ്രവീണും മൃദുലേണ്ടതെന്ന് വെച്ചാൽ അവരുടേത് ഒരുപാട് ഇങ്ങനെ കപ്പിൾ വീഡിയോ കണ്ടതാണ്. അത് വലിയ എഫക്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടെ ഒരു ഫാമിലി ബ്ലോഗിലൂടെ ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് ഇവരുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോൾ ഓക്കെ ആകും. എല്ലാവരും ഈ വീഡിയോ അക്സെപ്റ്റ് തന്നെ ചെയ്യും.